ചികിത്സകളുടെ കാര്യം പറയുമ്പോൾ സ്ത്രീകളിലും പുരുഷന്മാർക്കും ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട്, ഒരു മീഡിയം ലെവലോ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഹൈ ലെവൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് അണ്ടോൽപാദനം കൃത്യമായി നടക്കാനായിട്ടുണ്ട്, ഹോർമോണുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് തൈറോയ്ഡ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺ മരുന്നുകളുണ്ട്. അവരുടെ അണ്ടോൽപാദനം കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ അണ്ടോൽപാദനം കറക്റ്റായി വരുത്താനായിട്ടുള്ള ഗുളികകളും ഇഞ്ചക്ഷൻസും ഉണ്ട്. അപ്പോൾ അതെടുക്കുന്നതിലൂടെയും പിന്നെ തുടർന്നുള്ള സ്കാനിങ്ങിലൂടെയും നമുക്ക് വ്യക്തമായിട്ട് അവരുടെ അണ്ടോൽപാദനം കറക്റ്റായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. ഇപ്പം ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഓവുലേഷൻ ഇൻഡക്ഷൻ ടാബ്ലറ്റ്സ്, ക്ലോമിഫിൻ ആയിക്കോട്ടെ, ലെട്രസോൾ ആയിക്കോട്ടെ, ബാക്കി ഇഞ്ചക്ഷൻസിലൂടെയൊക്കെ നമുക്ക് അണ്ടോൽപാദനം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റും അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെയാണ് ഈ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനും അതൊരു പ്രശ്നം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതേ സിറ്റിങ്ങിൽ തന്നെ അത് കറക്റ്റ് ചെയ്യാനും ഈ ലാപ്രോസ്കോപ്പി സഹായകരമായിരിക്കും. ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ വയറ്റിനകത്ത് ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ്, അതൊരു മിനിമൽ ഇൻവേസീവ് സർജറിയാണ്. അതിലൂടെ വയറ്റിനകത്ത് ട്യൂബ് പാസ് ചെയ്യുകയും അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫെലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ സിറ്റിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമുക്കത് പരിഹരിക്കാനും അത് പോസിബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഹിസ്ട്രോസ്കോപ്പി. ഗർഭപാത്രത്തിനകത്ത് ഒരു സ്കോപ്പ് പാസ് ചെയ്തിട്ട് ക്യാവിറ്റിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും മുഴകളുണ്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും സെപ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സ എടുക്കാനും പോസിബിളാണ്. ഇങ്ങനെ ലാപ്രോസ്കോപ്പി ആൻഡ് ഹിസ്ട്രോസ്കോപ്പിയിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ പെട്ടെന്ന് ശരിയാക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് ലേഡികളിലുണ്ടെങ്കിൽ അതിന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. ലാപ്രോസ്കോപ്പിയിലൂടെ നമുക്ക് അതിൻ്റെ പല ഉപയോഗങ്ങൾ പലതാണ്. ഇപ്പോൾ നമുക്ക് ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ട്യൂബിൻ്റെ ബ്ലോക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ലാപ്രോസ്കോപ്പി സഹായകരമാണ്. അതുപോലെ വയറ്റിനകത്ത് മുഴകൾ, ഗർഭാശയത്തിനകത്ത് മുഴകളുണ്ടെങ്കിൽ ഫൈബ്രോയിഡുകൾ മാറ്റാനായിട്ടും ഈ ലാപ്രോസ്കോപ്പികൾ സഹായകരമാണ്. ഗർഭപാത്രത്തിനകത്ത് സിസ്റ്റുകളുണ്ടെങ്കിൽ ആ സിസ്റ്റുകൾ നീക്കം ചെയ്യാനും ഗർഭപാത്രത്തിനകത്ത് അല്ലെങ്കിൽ വയറ്റിനകത്ത് ഒട്ടലുകളുണ്ടെങ്കിൽ ഒട്ടലുകൾ മാറ്റാനും ഈ ലാപ്രോസ്കോപ്പിയിലൂടെ കഴിയാവുന്നതാണ്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിനകത്ത് ഹിസ്ട്രോസ്കോപ്പി സർജറിയിലൂടെ അകത്തെ മുഴകൾ മാറ്റാനും സെപ്റ്റം മാറ്റാനും ബയോപ്സി എടുക്കാനും പോളിപ്പ് മാറ്റാനും ഒക്കെ ഈ ഒരു ഹിസ്ട്രോസ്കോപ്പി സർജറികൾ സഹായകരം ആണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടാബ്ലറ്റുകളും ഇഞ്ചക്ഷനുമാണ് അവരുടെ ബീജത്തിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചലനശേഷിയോ കൂടാനായിട്ട് ടാബ്ലറ്റുകളോ വേണ്ടി വന്നാൽ ഇഞ്ചക്ഷനുകളുടെ സഹായം തേടാം. അപ്പോൾ അതിലൂടെ ഒരു 3 മാസം ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത്. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റുകളും ഇഞ്ചക്ഷനും എടുക്കുമ്പോൾ ബീജത്തിൻ്റെ കൗണ്ടിലൊരു വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ലൈൻ ട്രീറ്റ്മെൻറ്റുകളാണ്, ഒരു ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ചെയ്യുന്നത്. ഇതിൽ കൺസീവ് ആകുന്നില്ല എങ്കിൽ, അതായത് ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റുകൾ പരാജയപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് കടക്കുന്നു. സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പികൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റും കൂടെ ആയിട്ട് യൂസ് ചെയ്യാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് ലാപ്രോസ്കോപ്പിയിലൂടെ ഒരു സൊല്യൂഷൻ എത്താനായിട്ട് പറ്റും. അതുപോലെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന നമ്മളിപ്പം വൈഫിൻ്റെ ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ എടുത്ത് അണ്ടത്തിൻ്റെ ഗ്രോത്ത് കറക്റ്റായി വന്നതിന് ശേഷം ഹസ്ബൻഡിൻ്റെ സാമ്പിൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് യൂട്രസിനകത്തേക്ക് ഒരു പുഷ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ IUI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻസിലൂടെയും അതൊരു സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ പറയാറുണ്ട്. IUI ട്രീറ്റ്മെൻറ്റിലൂടെയും പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റ് കൂടെ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഫൈനൽ ലെവൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള IVF പോലെ ട്രീറ്റ്മെൻറ്റുകളിലോട്ട് പോകുന്നത്. IVF ICSI എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നിക്ക്, ART ടെക്നിക്സിന് അടിയിൽ വരുന്നതാണ്. നമ്മൾ ബോഡിയിൽ സംഭവിക്കുന്ന നോർമലായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ്റെ പല സ്റ്റേജുകൾ നമ്മൾ ബോഡിക്ക് വെളിയിൽ വെച്ച് IVF ലാബിനകത്താണ് ഇത് പ്രൊസീജിയർ ചെയ്യുന്നത്. അതായത് ഇഞ്ചക്ഷൻസ് എടുത്ത് ഒരു ഓപ്പറേഷനിലൂടെ വയറ്റിനകത്തുനിന്ന് അല്ലെങ്കിൽ അണ്ടാശയത്തിനകത്തുനിന്ന് നമ്മൾ എഗ്ഗുകൾ എടുക്കുകയും അത് ഹസ്ബൻഡ് സാമ്പിളായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയും തുടർന്ന് വരുന്ന കുഞ്ഞിൻ്റെ ഭ്രൂണം കൃത്യമായിട്ട് ലാബിനകത്ത് വളർത്തുകയും ആ ലാബിനകത്ത് നിന്ന് വളർത്തുന്ന ആ ഭ്രൂണം ഗർഭപാത്രത്തിനകത്ത് തിരിച്ച് നിക്ഷേപിക്കുന്ന എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയറുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. ഈ IVF അല്ലെങ്കിൽ ICSI ട്രീറ്റ്മെൻറ്റിലൂടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കടന്നു വന്നതിലൂടെ അനവധി ആയിട്ടുള്ള കപ്പിൾസിൽ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞ് എന്നുള്ളൊരു സ്വപ്നം സഫലമാക്കാനായിട്ട് വളരെ നിർണായകമായ ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ബാക്കി നമ്മൾ മേൽ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനെ ഒക്കെ അപേക്ഷിച്ച് അതിൻ്റെ സക്സസ് റേറ്റ്സ് വളരെ ഹയറാണ്. ഒരു 3 ഇരട്ടി 4 ഇരട്ടി കൂടുതൽ IVF സക്സസ് റേറ്റ്സ് വരാനുള്ളൊരു പോസിബിലിറ്റി IVFിലും ICSIയിലും ഉണ്ട്. അപ്പം കുറേ കൂടെ വ്യക്തമായുള്ള ട്രീറ്റ്മെൻറ്റുകളും കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എന്താണ്
പ്രോബ്ലം ഏത് ലെവലിലാണ് നടക്കുന്നതെന്നുള്ള ലെവലിൽ പോലും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അത് അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിലാണോ, അല്ലെങ്കിൽ അണ്ടവും ബീജവും യുണൈറ്റ് ചെയ്യുന്നതിലാണോ, അല്ലെങ്കിൽ എംബ്രിയോൻ്റെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഗർഭത്തിനകത്താണോ പ്രോബ്ലം, ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് എന്ന് പോലും ഉള്ള ഒരു വ്യക്തതയോടുകൂടി നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അതിൽ പിൻ പോയിൻ്റ് ചെയ്ത് അത്രയും ഒരു സയൻറ്റിഫിക്കലി കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 1992 തുടങ്ങുന്ന ICSI പ്രൊസീജിയർ ഇപ്പോൾ ലോകത്ത് വളരെ വ്യാപകമായി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. നിരവധി കപ്പിൾസ് ചിലപ്പം ചിലവരുടെ ഹസ്ബൻഡ് സാമ്പിൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ബീജം കാണത്തില്ല. അസൂസ്പെർമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരിക്കും. പുറത്ത് സാമ്പിൾ വരുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ വരുന്ന സാമ്പിളിനകത്ത് ബീജത്തിൻ്റെ അണുക്കൾ കാണത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ പോലും ടെസ്റ്റസിനകത്തുനിന്ന് നമ്മൾ ഒരു ബയോപ്സി എടുത്ത് ഈ എടുക്കുന്ന ബയോപ്സിയിലൂടെ കിട്ടുന്ന സ്പേംസ് വെച്ച് പോലും ICSI ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ്സിലൂടെ ഇൻഫെർട്ടിലിറ്റി വളരെ നല്ല റിസൾട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ടൈം ടു പ്രഗ്നൻസി, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകാനായിട്ടുള്ള സമയം ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറയ്ക്കാനും എത്രയും പെട്ടെന്ന് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ IVFൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നിക്കൽ അഡ്വാൻസസ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രീനേറ്റൽ ജെനറ്റിക് സ്ക്രീനിങ്, PGS, PGD അങ്ങനെ പല കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പം IMSI ടെക്നിക്സ്, പല ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് വന്ധ്യത എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ ഫലവത്തായിട്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്ത് പരമാവധി, അതായത് മെജോറിറ്റി കേസുകൾ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് ഔട്ട്കം വരാൻ സാധ്യതയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. എത്രയും അതിനുള്ള അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹസ്ബൻഡും വൈഫും ഒരു നോർമലായി ട്രൈ ചെയ്ത് കുഞ്ഞിന് കിട്ടുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്നൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ ഞാൻ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ പോവുകയും അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ്.